ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകാശ പ്രതിഭാസത്തിന് സാക്ഷിയാകാൻ ലോകം. ആകാശത്ത് അസാധാരണമായി ചന്ദ്രൻ കടും ചുവന്ന നിറത്തിൽ ദൃശ്യമാകും. രാത്രി 8:58 മുതൽ ആരംഭിച്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം പുലർച്ചെ 2:30 വരെ തുടരും. സമ്പൂർണ്ണ ഗ്രഹണം 1 മണിക്കൂറും 22 മിനിറ്റും നീണ്ടു നിൽക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് ലക്ഷ്മി ബാലചന്ദ്രൻ ചേരുന്നുണ്ട്. ലക്ഷ്മി, ചുവന്ന ചന്ദ്രനെ കാണാൻ തുടങ്ങിയോ? ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഇത് കാണാൻ കഴിയും? എന്തൊക്കെയാണ് വിശദാംശം? അഖില, പല ഭാഗങ്ങളിലും ഇപ്പോൾ ഇത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു തീവ്രത എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ഇവിടെ ഇപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അതൊരു ചുവന്ന നിറത്തിലൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പല സ്ഥലങ്ങളിലും ഇത് കണ്ടുവരുന്നുണ്ട്. കടും ചുവപ്പ് നിറത്തിൽ ആണ് ചന്ദ്രൻ പലയിടങ്ങളിലും ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത്. ഒരു പ്രതിഭാസം 8:58 മുതൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു തീവ്രത കൂടുതലായി വരുന്നത് ഒരു 10 മണി 10:30 ശേഷമായിരിക്കും ഇതിന്റെ ഒരു തീവ്രത കൂടുതലായി വരുമെന്നാണ് പറയുന്നത്. ഈ ഒരു ചന്ദ്രഗ്രഹണം, പൂർണ്ണ ചന്ദ്രഗ്രഹണം, ഇതൊരു സൂര്യനും ചന്ദ്രന്റെയും ഇടയിൽ ഭൂമി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഈ ദശാബ്ദത്തിൽ തന്നെ ഏറ്റവും മനോഹരമായി ചന്ദ്രനെ കാണാൻ കഴിയുന്ന ഒരു ചന്ദ്രഗ്രഹണം കൂടിയാണിത്. പലതരം ശാസ്ത്ര നമ്മൾ പറയുന്ന ഈ ഡിഫ്രാക്ഷൻ, സ്കാറ്ററിംഗ് ഒക്കെ നമ്മൾ മുന്നേ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള അപവർത്തനം, വിസരണം എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു പിന്നിൽ എന്ന് പറയുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ തരംഗദൈർഘ്യം, നമ്മൾ വേവ് ലെങ്ത് കുറഞ്ഞ നിറങ്ങളായിട്ടുള്ള വയലറ്റ്, നീല നിറങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു വിസരണം വഴി അപ്രത്യക്ഷമാകുന്നു. പക്ഷെ തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ്, ഓറഞ്ച് പോലുള്ള നിറങ്ങൾ, അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന ഈ പ്രകാശത്തിൽ നിന്നുള്ള ചുവപ്പ്, ഓറഞ്ച് നിറങ്ങളൊക്കെ വിസരണം സംഭവിക്കാത്തതിനാൽ ഇത് ചന്ദ്രനിൽ നിന്ന് പ്രതിഫലിക്കുന്ന ഒരു പ്രക്രിയയാണിത്. അതാണ് ഇതിന് പിന്നിലുള്ള ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. അതിനാലാണ് ഇപ്പോൾ ചന്ദ്രൻ ഇത്തരത്തിലൊരു ചുവന്ന നിറത്തിൽ കാണുന്നത്. മാർച്ച് 14-നാണ് ഈ വർഷം ആദ്യമായി ഇത്തരത്തിലൊരു ചന്ദ്രഗ്രഹണം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇത് ദൃശ്യമായിരുന്നില്ല. ഇത്തവണയാണ് ഇപ്പോൾ ഇത് ഈ ഒരു സെപ്റ്റംബർ 7-ന് ഇത് രാത്രിയിൽ ദൃശ്യമാകുന്നത്. അതിനാൽ തന്നെ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇത് ദൃശ്യമായി കാണും. ഇന്ത്യ കൂടാതെ ചൈന പ്രതിഭാസം തന്നെയാണ് കാണാൻ പോകുന്നത്. ലക്ഷ്മി ബാലചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.